മേപ്പാടി ചെമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക നവംബർ 25-ന് മുൻപായി വിതരണം ചെയ്യുമെന്ന ഉറപ്പ് മാനേജ്മെന്റ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച തൊഴിലാളികളും തൊഴിലാളി യൂണിയൻ നേതാക്കളും എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 4 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് നിലവിലുള്ളത്. ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. INTUC, CITU യൂണിയനുകൾ സംയുക്തമായാണ് സമരം നടത്തിയത്. ചെമ്പ്ര എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളവും 2 വർഷത്തെ ബോണസും മറ്റ് ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. അത് നൽകണമെന്നാവശ്യപ്പെട്ട് നവംബർ 8-ന് യൂണിയൻ നേതാക്കൾ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് 2 ആഴ്ച മുമ്പ് ജില്ലാ ലേബർ ഓഫീസിൽ വെച്ച് യൂണിയൻ നേതൃത്വവും മാനേജ്മെൻറ്റും ചർച്ച നടത്തുകയും കൂലി കുടിശ്ശിക വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. കുടിശ്ശികയുടെ ആദ്യ ഗഡു നവംബർ 25-നുള്ളിൽ വിതരണം ചെയ്യാമെന്ന ഉറപ്പ് മാനേജ്മെൻറ്റ് ലംഘിച്ചിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 3-4 മാസമായിട്ട് ശമ്പളമില്ല. അതേമാതിരി 2 വർഷത്തെ ബോണസ്, 2 വർഷത്തെ സെറ്റിൽമെൻറ്റ്, പിന്നെ മെഡിക്കൽ അലവൻസ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുകളായി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വേണം. ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് 3 മാസം ശമ്പളം ഇങ്ങനെ ഒന്നിച്ച് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ട് തന്നിട്ട് തൊഴിലാളികൾ പണിക്കിനി പോകുന്നുള്ളൂ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പിന്നെ അതാണ് ഇപ്പോഴത്തെ തൊഴിലാളികളുടെ തീരുമാനം. ഞങ്ങൾക്ക് തരാനുള്ള കുടിശ്ശിക തരിക, കുടിശ്ശിക ഞങ്ങൾക്ക് ഫുള്ള് തന്ന് തീർക്കണം. കൂലിയില്ലാതെ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. നവംബർ 26-ലെ പൊതുപണിമുടക്കിന് ശേഷം കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് യൂണിയനുകളുടെ തീരുമാനം. യൂണിയൻ നേതാക്കളായ KT ബാലകൃഷ്ണൻ, B സുരേഷ് ബാബു, N വേണുമാസ്റ്റർ, TA മുഹമ്മദ്, വാർഡിലെ LDF, UDF സ്ഥാനാർത്ഥികളായ KK സഹദ്, അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും പ്രശ്നം ചർച്ച ചെയ്യാൻ മാനേജ്മെൻറ്റ് മുന്നോട്ട് വരാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വയനാട് വിഷൻ, മേപ്പാടി. ട്രൈബൽ വകുപ്പിന്റെ കെടുകാര്യസ്ഥത ജില്ലയിൽ കിടപ്പാടം പൂർത്തിയാക്കാനാകാത്ത നിരവധി ആദിവാസി കുടുംബങ്ങൾ. 50-ലധികം കുടുംബങ്ങളാണ് സാങ്കേതിക നൂലാമാലകളെ തുടർന്ന് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ ദുരിതത്തിലായത്. ജില്ലയിലെ വിദൂര പ്രദേശങ്ങളിലും ആദിവാസി കോളനികളിലും ആവശ്യത്തിന് വീടുകൾ നൽകാനാണ് സർക്കാർ പ്രത്യേക പദ്ധതികൾ വഴി ആദിവാസി മേഖലയിലെ ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം നൽകുന്നത്. 5 ആദിവാസി കുടുംബങ്ങളുള്ള പ്രദേശത്ത് വീടുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും എത്തിക്കണമെന്നാണ് നിയമം. 6ഉം 7ഉം കുടുംബങ്ങൾ പല പ്രദേശത്തുമുണ്ടെങ്കിലും പഴയ വീടുകൾ ഈ പദ്ധതി ആനുകൂല്യം പതിവായി ഇവർക്ക് നിഷേധിക്കുകയാണ്. അനുവദിച്ചവർക്ക് തന്നെ 6 ലക്ഷത്തിന് പകരം 4 ലക്ഷം മാത്രം നൽകി ഇവരെ കടക്കണിയിലാക്കുകയാണ് അധികൃതർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വീടിനെ വേണ്ടിട്ടാണ് കടം വാങ്ങിയത്, അല്ലാണ്ട് ഞങ്ങൾ ഇത് തിന്ന് പിന്നെ ജാലി അടിച്ച് നടക്കാൻ വേണ്ടിട്ടല്ല വാങ്ങിയത്. ഒരു വീടിനെ വേണ്ടിട്ടാണ്, വീടിന് വേണ്ടി കടം വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്ന മരണത്തിന്റെ അടുത്ത് എത്തിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഈ പൈസ വാങ്ങിയിട്ട് അതിലിതില് വണ്ടി വിളിച്ച് അതിൽ കറങ്ങാൻ വേണ്ടി പൈസ വാങ്ങിയതല്ല, ഒരു വീടിനെ വേണ്ടിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും കാണാമല്ലോ, ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. പൂതാടി പഞ്ചായത്തിലെ താഴെ നെയ്ക്കുപ്പ കോളനിയിലെ ശാന്തിയുടെ കുടുംബത്തെ പോലെ നിരവധി പേർ ഈ പഞ്ചായത്തിലുണ്ട്. സാങ്കേതികമായ ഈ പ്രശ്നം പരിഹരിച്ച് ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോടും ബന്ധപ്പെട്ട വകുപ്പിനോടും പൂതാടി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക തീരുമാനപ്രകാരം അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. എന്തിനാണ് സാങ്കേതികത്വത്തിൽ ഇത്രയും കടുംപിടുത്തമെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് പൊതുപ്രവർത്തകൻ ജോർജ് പറയുന്നത്. ജിൻസ് തോട്ടുങ്ങര, വയനാട് വിഷൻ, കൽപ്പറ്റ.